ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ടെ ഒരു ചട്ടിയിലോട്ട് 2 വഴുതനങ്ങയും പിന്നെ കുറച്ച് മീനും കൂടി ചേർത്ത് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാവായോ? അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചട്ടിയാണ് കേട്ടോ അടുപ്പത്തേക്ക് വെച്ചേക്കുന്നത്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 10, 15ഓളം കുഞ്ഞുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 10ഓളം നമ്മുടെ വെളുത്തുള്ളി അല്ലി ഉണ്ടല്ലോ, അതും ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്ത് 2, 3ആയിട്ട് കട്ട് ചെയ്ത് അതും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കുഞ്ഞുള്ളിയൊക്കെ ചെറുതായതിൻ്റെ പേരിലാട്ടോ ഇത്രയും ചേർത്തേക്കുന്നത്. വലുതാണെങ്കിൽ ഒരു 6, 7 എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് നന്നായിട്ട് വെന്ത് ഒന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് വരണം ഈ ചെറിയ ഉള്ളിയൊക്കെ. നമ്മുടെ വെളുത്തുള്ളി അല്ലിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം. ഇപ്പം ഒന്ന് ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 അല്ല കേട്ടോ, 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്ന് വറുത്തെടുക്കാം. ഈ പൊടികളുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ലൊക്കെ അങ്ങോട്ട് വന്നു തുടങ്ങും കേട്ടോ. ചെറുതായിട്ട് കളറും ഒന്ന് മാറും. ഇപ്പോൾ ദാണ്ടെ ഒന്ന് ആയിട്ടുണ്ട് കണ്ടോ. കാണുമ്പോഴേ മനസ്സിലാവും ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ഞാനൊരു കൈപ്പിടിയോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തേങ്ങ ചേർത്ത് കൊടുക്കണ്ട. ഇത്ര മാത്രം തേങ്ങ ചേർത്താൽ മതി കേട്ടോ. ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് വറുത്തെടുത്താൽ മതി. ആ തേങ്ങയുടെ ഒരു പച്ചമണം ഒന്ന് മാറുന്നു തോന്നുന്ന ആ ഒരു മിനിറ്റ് അത്ര മതിയാവും. ഒരുപാട് നേരിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഈ ഫൈനൽ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ദാണ്ടെ തേങ്ങ ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഓഫാക്കാം, അതൊന്ന് തണുക്കട്ടെ. ആ ഒരു സമയത്തിന് ഞാനൊരു ചെറിയൊരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ദാണ്ടെ ഈ ഒരു വലുപ്പത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ പുളി നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി നേരം ഒന്ന് ഇരുന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ ഞാനിത് അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കുകയാണേ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഐറ്റമൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരയ്ക്കാനും പാകത്തിന് കുറച്ച് വെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പേസ്റ്റ് കണക്കിന് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ വെള്ളമൊക്കെ നിങ്ങളുടെ ആ ഒരു അരച്ചെടുക്കുന്ന ഒരു പാകം നോക്കി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ആണ്ടെ ഞാനൊന്ന് പേസ്റ്റ് കണക്ക് അരച്ചെടുത്തിട്ടുണ്ട്, മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇതെല്ലാം വറുത്തെടുത്ത അതേ പാനിൽ ആ ചട്ടിയിലോട്ട് തന്നെ ഈ അരപ്പങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന നമ്മുടെ പുളിവെള്ളം, ഞാൻ പുളി പിഴിഞ്ഞെടുത്തായിരുന്നു കേട്ടോ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് അതെല്ലാം ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവിക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ നമുക്ക് ഞാൻ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 1.5 കപ്പോളം വെള്ളം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. ആ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരട്ടെ. അപ്പോൾ ഒരല്പം വെള്ളവും കൂടെ വേണമെന്ന് തോന്നിയിട്ട് ഞാനൊരല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനൊരു അത്യാവശ്യം ഒരു വലിയ തക്കാളി എടുത്തൊന്ന് അരിഞ്ഞിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ഞാനൊരു 2 പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഈ ഗ്രേവി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയം ഒരു 2 വഴുതനങ്ങ എടുത്തതാണ് ഇതുപോലെ വട്ടത്തിൽ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വഴുതനങ്ങയോ കത്തിരിക്കയോ എന്നൊക്കെ പറയാം കേട്ടോ ഇതിന്. അപ്പോൾ ദാണ്ടെ നമ്മളെ ഗ്രേവി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നല്ലപോലെ തിളച്ചിങ്ങനെ പൊന്തി വരുമല്ലോ, ആ ഒരു സ്റ്റേജ് വരെ ഒന്ന് ആവണേ. അപ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കത്തിരിക്ക അല്ലെങ്കിൽ വഴുതനങ്ങ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വട്ടത്തിൽ തന്നെ അരിയണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അരിഞ്ഞിടാം കേട്ടോ.
അപ്പോൾ ദാണ്ടെ ഞാൻ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനും കൂടെ ചേർത്ത് കൊടുക്കാം. മീന് ഞാനിവിടെ നമ്മളിവിടെ ഓഴ കണ്ണൻ, കണ്ണൻ അയില എന്നൊക്കെ പറയില്ലേ, അയില പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങളുടെ അവിടെ എന്ത് പേരാ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഏത് മീനിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കൂടുതൽ കുറച്ചും കൂടെ നല്ല കട്ടിയുള്ള ചൂരയോ ആ ഒരു മീനൊക്കെ കുറച്ചും കൂടെ ടേസ്റ്റ്. പിന്നെ ഞാൻ ഈ മീൻ കിട്ടിയപ്പോൾ അങ്ങ് ഉണ്ടാക്കിയതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഇതും. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വെക്കാം. ഇത് ഒന്ന് കുക്കായി വരട്ടെ. അപ്പം ഞാൻ ചിലപ്പോൾ ഇത് പൊന്തി ഇങ്ങനെ കളയാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ പകുതി ഇട്ടാണ് അടച്ചു വെച്ചിരുന്നത്. ഇനി നല്ല പോലെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് അവിടെ നിന്ന് വേവട്ടെ. അതുകൊണ്ട് ഇപ്പം നമ്മുടെ മീൻ കറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ തിളച്ച എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലപോലെ ഗ്രേവി വറ്റിയിട്ടുമുണ്ട് കണ്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ തുറന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ. ഉപ്പൊക്കെ പാകമായിരുന്നു. അപ്പം നിങ്ങൾ അളവിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തേക്കണേ. അപ്പോൾ ദാണ്ടെ നല്ല നമ്മുടെ വഴുതനങ്ങയും പിന്നെ നമ്മുടെ മീനും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഗ്രേവി വറ്റിക്കുന്നില്ല. ഈ ഒരു പാകത്തിന് തന്നെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഒന്ന് തണുത്ത് വരട്ടെ. ഒരു 2-3 മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. ദാണ്ടെ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ ഇട്ട മീൻകറിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. ഇതെൻ്റെ ഉമ്മാടെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല പോലെ എനിക്കിഷ്ടമായി. അപ്പം എന്തായാലും നിങ്ങൾ ഈ വഴുതനങ്ങയൊക്കെ കിട്ടുമ്പോൾ മീൻ കറിയിലൊന്ന് ഇട്ട് നോക്ക് കേട്ടോ. ഈ മീൻ എടുത്ത് കഴിക്കുന്നതിനേക്കാളും എനിക്ക് ഈ വഴുതനങ്ങ എടുത്ത് കഴിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പം ഞാനിനി ചോറിൻ്റെ കൂടെ ഇതങ്ങോട്ട് ഒഴിച്ച് കഴിക്കുകയാണ്. ചോറിൻ്റെ കൂടെ തോരനുണ്ട്, പിന്നെ ഒരു വെള്ളക്കറി ഉണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടെ ഒഴിച്ചുകൊണ്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കണേ. എന്നിട്ട് അഭിപ്രായം ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനിയും ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.